കേരള വെതർ അപ്ഡേറ്റ്സ് ആൻഡ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസത്തിൽ കിട്ടിയ കുറച്ച് മഴകൾക്ക് ശേഷം പകൽ താപനിലയിൽ കാര്യമായ തോതിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് രാത്രി താപനിലയിൽ അല്പം കുറവ് രേഖപ്പെടുത്തിയിരുന്നു. മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ 0 ഡിഗ്രിക്ക് അടുത്ത് വരെ രാത്രി താപനില കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് രാത്രി താപനിലയിലും ഗണ്യമായ വർധനവുണ്ട്. പകൽ ചൂട് അസഹനീയമായ വിധം തുടരുകയാണ്. അതിനോടൊപ്പം ഇപ്പോൾ രാത്രി താപനിലയിലും വർധനവുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഇടയ്ക്ക് കിട്ടിയ ചെറിയ മഞ്ഞും തണുപ്പും ഇപ്പോൾ ഇല്ല. അതിലും അല്പം കുറവ് വന്നിട്ടുണ്ട്. ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ചുരം കടന്നു വരുന്ന കാറ്റ് കേരളത്തിൽ കുറച്ചധികം പ്രദേശങ്ങളിൽ വീശുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ഒരു പ്രസൻസ്, അതിൻ്റെ അത് ഉള്ളതുകൊണ്ട് ഈ ചൂടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിലൊക്കെ അല്പം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ആ പ്രദേശങ്ങളിലുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു കുളിർമ ആ കാറ്റ് വീശുന്നതുകൊണ്ട് ചെറിയൊരു കുളിർമ കുറേ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും നല്ല അസഹനീയമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താലും ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് കേരളത്തിലെ കണ്ണൂർ, പുനലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. 36 ഡിഗ്രി, 37 ഡിഗ്രി, 38 ഡിഗ്രി ഇങ്ങനെയാണ് ചൂട് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇത് ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗിക കണക്ക്, അതായത് AWS സ്റ്റേഷനുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് ഒട്ടനവധിയുണ്ട്. എന്നാൽ അവയുടെ കണക്ക് അവർ ഔദ്യോഗികമായിട്ട് എടുക്കാറില്ല. എല്ലാ കാലിബ്രേഷനും കഴിഞ്ഞ് കൃത്യമായി അവർക്കൊരു ഇതുള്ള സ്റ്റേഷനുകളിൽ എല്ലാ ജില്ലയിലും അവിടുത്തെ കണക്ക് മാത്രമേ അവർ ഈ ഔദ്യോഗിക കണക്കായിട്ട് ഈ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ചൂടിൻ്റെ ആ കണക്കിൽ അവർ എടുക്കാറുള്ളൂ. അപ്പോൾ അനൗദ്യോഗിക കണക്ക് പ്രകാരം AWSൻ്റെ രേഖപ്പെടുത്തുന്ന ചൂട് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 40 ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയ AWS സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി എന്നാണ് നല്ലൊരു മഴ, ഈ ഒരു ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ നല്ലൊരു മഴ നമ്മൾക്ക് എന്ന് ലഭിക്കും, ഈ ഒരു ചിന്തയാണ് മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ. കാരണം മാർച്ച് മാസം ആകുന്നതേ ഉള്ളൂ. മാർച്ച് മാസം നമുക്കറിയാം പൊള്ളുന്ന ചൂടാണ്, വേനൽക്കാലമാണ്. അത് എത്തുന്നതിന് മുമ്പ് ഇത്രയും ചൂടാണെങ്കിൽ ആ സമയമാകുമ്പോൾ ഇതിലും ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മഴ കിട്ടാൻ സാധ്യതയുള്ളത് ഫെബ്രുവരി അവസാന ആഴ്ച മഴ സാധ്യത കാണുന്നുണ്ട്. അത് എത്രത്തോളം ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്ന് നമുക്ക് അടുത്ത ആഴ്ചകളിൽ കൃത്യമായി പറയാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച, അതുപോലെ തന്നെ ഇന്ന് ഫെബ്രുവരി 14 വ്യാഴാഴ്ച ചുരുക്കം ചില പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ടായിരുന്നു. ഇന്നലെ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ നേരിയ മഴ അല്ലെങ്കിൽ ഇടത്തരം മഴ ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയ പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് പലർക്കും മഴ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശങ്ങളിൽ ചെറിയൊരു ചാറ്റലോ അല്ലെങ്കിൽ ഒരു ഇടത്തരം മഴയോ ലഭിച്ച് കാണണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കണം. ഒരുവിധം നല്ലൊരു മഴ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നെങ്കിൽ ഫെബ്രുവരി അവസാന ആഴ്ച സാധ്യതയുള്ളതായി കാണുന്നുണ്ട്. ഫെബ്രുവരി 25, 26 അതിന് ശേഷമോ ആണ് ആ സാധ്യത കാണുന്നത്. ഫെബ്രുവരി അവസാന ആഴ്ചയാണ് ആ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ചൂട് വർദ്ധിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരളത്തിൽ ഒരു സൂര്യാഘാതം മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, എന്നാലും ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് സൂര്യാഘാതം ഏറ്റതാണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ സൂര്യതാപം ഏറ്റ് പൊള്ളലേൽക്കുന്ന കേസുകളും നിരവധിയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ളൊരു മെസ്സേജായിട്ട് പറയുന്നതാണ്. അപ്പോൾ
രാവിലെ 11 തൊട്ട് 3 മണി വരെ ആണ് വെയിലിൻ്റെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾ ചെയ്യുന്നവർ പരമാവധി നേരിട്ട് വെയിൽ ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അല്പം തണലത്ത് വിശ്രമിച്ചതിന് ശേഷം അവരെ ജോലി തുടരുക. അതുപോലെ തന്നെ ഇപ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. അത് എല്ലാവരും ജോലി ചെയ്തവരും ഇപ്പം വെയിലത്ത് നേരിട്ട് ജോലി ചെയ്യാത്തവരും എല്ലാം നല്ലതായിട്ട് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് കാൽനട യാത്രക്കാരൊക്കെ പുറത്ത് യാത്ര ചെയ്യുന്നവരൊക്കെ ഒരു കുട കയ്യിൽ കരുതുക, നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ. ബൈക്ക് യാത്രക്കാരും ഇത് എന്തെങ്കിലുമൊക്കെ ഒരു മുൻകരുതൽ ഇടയ്ക്ക് ദൂരയാത്രയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വിശ്രമിച്ച് യാത്ര ചെയ്യുക, നേരിട്ട് വെയിലേൽക്കുന്നവർ. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ വെയിലേറ്റത് മൂലം എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുക. അപ്പോൾ നല്ലൊരു മഴ കുറച്ചെങ്കിലും നമുക്കൊരു ആശ്വാസം എത്തുന്ന മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി അവസാന ആഴ്ചയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം മഴ കിട്ടുമോ, അതോ ഇപ്പോൾ കിട്ടിയതുപോലെ ഈ ചീറ്റിപ്പോകുന്ന പോലത്തെ മഴയാണോ. ഈ മഴ കൊണ്ട് ആർക്കും ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. കാരണം അല്പം ചൂട് കുറയണമെങ്കിൽ നല്ല രീതിയിൽ മിക്കവാറും ഒരു 70-80% പ്രദേശങ്ങളിലും മഴ ലഭിക്കണം, എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ഫെബ്രുവരി അവസാനത്തെ ആഴ്ച മഴ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആഴ്ച കൊണ്ട് ഏകദേശം കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ട് എന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.